കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
അങ്ങനെ കേരള സർക്കാർ അമേരിക്കയിൽ പോയി ക്ഷണിച്ചുകൊണ്ട് വന്ന ഒരു കമ്പനിക്ക് നിയന്ത്രണങ്ങൾ വരുത്താനുള്ള വലിയ അധികാരമൊന്നും പ്രാദേശിക പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് ഇല്ല. ശരിക്കും ഇവിടെയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഇവിടെയുള്ള ഭരണകൂടങ്ങളും ഇവിടുത്തെ വ്യവസ്ഥിതിയും എല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട പല ജില്ലകളിലെ ഐക്യദാർഢ്യ സമിതികളും തിരുവനന്തപുരം ഐക്യദാർഢ്യ സമിതിയൊക്കെ ഈ പോകുന്ന വാഹനമുണ്ടല്ലോ, കൊക്കക്കോളയുടെ വാഹനമുണ്ടല്ലോ, അത് പാതിരാത്രി പല സ്ഥലത്തും തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പത്രക്കാരനെ ഒരു പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഡൽഹിയിലൊരു വീട്, ഡൽഹിയിലൊരു ഓഫീസ്, അതുപോലെ തന്നെ യുവമോർച്ചൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റ്. നാലാമത്തെ ഓഫർ എന്ന് പറയുന്നത് എസ്കോട്ടർ, വിമൺ എസ്കോട്ടർ 3 വർഷത്തേക്ക് ആണ് ഓഫർ. അന്ന് കെ നായനാരുടെ സമയത്ത് കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുശീല ഗോപാലനും കെ നായനാരും അമേരിക്കയിൽ പോയിട്ട് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് അങ്ങനെ എന്തോ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കൊക്കക്കോളയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ കൊക്കക്കോള അവിടെ വരുന്നത്. ഇത് ഏകജാലക സംവിധാനം എന്ന് പറയുന്നത് പണ്ട് മുതലുണ്ട്, കേരളത്തിലുണ്ട്. അതായത് ഒരു വ്യവസായം വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണത്. അപ്പോൾ ഒരു വ്യവസായം വരുന്ന സമയത്ത്, ഒരു എൻ്റർപ്രൈസസ് വരുന്ന സമയത്ത് അതിന് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോയിട്ട് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഏകജാലക സംവിധാനം എന്ന് പറയുന്നത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആ ഒരു സംവിധാനത്തിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലിയറൻസും ആ സംവിധാനത്തിലൂടെ തന്നെ കിട്ടും, ആ ഒരു സംവിധാനത്തിലൂടെ കിട്ടും. അതാണ് ഏകജാലക സംവിധാനം. ആ സംവിധാനം മുമ്പും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വരുന്നേ ഉള്ളൂ. അതിപ്പോൾ കൊക്കക്കോളയല്ല, ഏത് കമ്പനി വരികയാണെങ്കിൽ ഏകജാലക സംവിധാനം അവർക്ക് പ്രയോജനപ്പെടുത്താം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നത്. അത്രയേ ഉള്ളൂ. ഒന്ന്, ഇത്തരം ഒരു കമ്പനി, കൊക്കക്കോള കമ്പനിയെ എന്നൊക്കെ സംസ്ഥാന സർക്കാർ അമേരിക്കയിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ കേരള സർക്കാർ അമേരിക്കയിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരു കമ്പനിക്ക് നിയന്ത്രണങ്ങൾ വരുത്താനുള്ള വലിയ അധികാരമൊന്നും പ്രാദേശിക പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് ഇല്ല. അത് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുകൾ പഞ്ചായത്ത് പറഞ്ഞാൽ പോലും അത് നടക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണുക്കാട് എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രീവറി ഒരു കമ്പനി വരുന്നുണ്ട്, ഒരു പുതിയ മദ്യക്കമ്പനി വരുന്നുണ്ട്. ആ മദ്യക്കമ്പനിക്ക് കേരള സർക്കാർ തത്വത്തിൽ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അതിന് സർക്കാർ അംഗീകാരം കൊടുത്തതുകൊണ്ട് പഞ്ചായത്തിന് അത് വലിയ തോതിൽ എതിർപ്പൊന്നും നടത്താൻ കഴിയില്ല. എതിർക്കാൻ കഴിയും. എങ്ങനെ കഴിയുമെന്ന് വെച്ചാൽ ഈ സ്ഥാപനം അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ എതിർക്കാൻ കഴിയും. പക്ഷേ നിയമത്തിൽ ഇപ്പോൾ KSSIFT എന്ന് പറയുന്ന ഒരു ഏകജാലക സംവിധാനമുണ്ട് ഇപ്പോൾ നിലവിൽ. ആ KSSIFT വഴി അവർക്ക് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ തന്നെ, പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ഒരു എൻ്റർപ്രൈസസ് തുടങ്ങാൻ പറ്റും. എന്ന് മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ ലൈസൻസ് 3 വർഷത്തേക്ക് ആവശ്യമില്ല. 3 വർഷം വരെ ആവശ്യമില്ല. അത് ഈ പറയുന്ന ബ്രീവറിക്കോ അല്ലെങ്കിൽ കൊക്കക്കോളയ്ക്കോ അതുപോലെ വേറെ കോർപ്പറേറ്റ് കമ്പനികൾക്കോ മാത്രമല്ല, അത് എല്ലാവർക്കും ബാധകമാണ്. നിങ്ങളോ ഞാനോ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ പോലും അതിൻ്റെ പ്രയോജനം നമുക്കും കിട്ടും. ഇപ്പോൾ അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ സംരംഭങ്ങൾ വരുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ സംരംഭങ്ങൾ വരാതിരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇവിടുത്തെ ജനങ്ങളുടെ മനോഭാവമാണ്. ഇവിടുത്തെ ജനത പറഞ്ഞാൽ ആരാണ്? പൊളിറ്റീഷ്യൻസ്, ബ്യൂറോക്രാറ്റ്സ്. ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഇവിടുത്തെ ജനങ്ങളും എന്തെങ്കിലും ഒരു മെഴുകുതിരി യൂണിറ്റാണ് തുടങ്ങുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കർപ്പൂരത്തിൻ്റെ ഒരു യൂണിറ്റാണ് തുടങ്ങുന്നത് എങ്കിൽ പോലും വളരെ ആശങ്കയോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത്, അതിന് സമീപിക്കുന്നത്. വരുന്നതിന് മുമ്പ് തന്നെ ഒരു റിസോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ ആ സംരംഭത്തിനെതിരെ ഒരു പരാതി എഴുതി കൊടുക്കുകയാണ്. വരുന്നു എന്ന് കേട്ടാൽ മതി, ഉടനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊരു പരാതി, വ്യവസായ വകുപ്പിലൊരു പരാതി, ഈ മുഖ്യമന്ത്രിക്കൊരു പരാതി, പ്രധാനമന്ത്രിക്കൊരു പരാതി, ഇങ്ങനെ കൊടുക്കുന്ന ഒരു മനോഭാവമാണ് ഉള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംരംഭകത്വ അനുകൂല നിലപാടൊന്നും കേരളത്തിന് ഇല്ല. അതൊരു പ്രശ്നമുണ്ട്. അപ്പം നമുക്കിവിടെ നമ്മുടെ ആവശ്യങ്ങളുടെ, നമുക്ക് ജീവിക്കണമെങ്കിൽ നിത്യോപയോഗ വസ്തുക്കൾ ആവശ്യമുണ്ട്. അത് കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, വസ്ത്രം, പാർപ്പിടം അടക്കമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനുള്ള സാഹചര്യമുണ്ട്. അതിനുള്ള സാഹചര്യം പറയുമ്പോൾ അതിനുള്ള ലാൻഡുണ്ട്, മാൻ പവറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അതിന് അനുകൂലമല്ല എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തടസ്സമുണ്ട്. എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ അടുത്ത വീട്ടുകാരന് അസൂയ, സർക്കാർ ഉദ്യോഗസ്ഥന് അസൂയ. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്താ വിചാരിക്കുന്നത്? എനിക്ക് 1.5 ലക്ഷമാണ് ഒരു മാസം ശമ്പളം കിട്ടുന്നത്. ഇവൻ 10ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ല. ഇവനൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ഒരു മാസം 3-4 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എന്നെക്കാളും വലിയ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനൊരു പെർമിഷൻ കൊടുക്കാൻ പാടില്ല എന്ന് ആ സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിക്കും. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ 20% പോലും നമ്മൾ ഉപയോഗിക്കുന്നത്, എല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സംരംഭങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഏകജാലക സംവിധാനം വരുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് അത് കൊണ്ടുവരേണ്ടത്. നേരെ മറിച്ച് ഇതുപോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശകളും കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സംരംഭങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഭൂമിയുടെ ടാക്സ് 40 വർഷം, 50 വർഷം, 99 വർഷത്തേക്ക് ടാക്സ് ഇല്ല. വെള്ളത്തിന് ടാക്സ് ഇല്ല. ഇങ്ങനെയുള്ള പല ഇളവുകളും ഇവർ ഇത്തരം സംരംഭങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ സംരംഭങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലായിടത്തുമുള്ള സർക്കാരുകൾ കോർപ്പറേറ്റുകളാണ് ഭരിക്കുന്നതെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്ന് പറയാം. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ, അതിനാണ് നമ്മൾ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന നയപരിപാടികൾ വായിക്കുക എന്നുള്ള പരിപാടികളാണ് ഇന്ത്യയെ പോലെയുള്ള 3ാം ലോക രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നത് കോർപ്പറേറ്റുകൾ തന്നെയാണ്. അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അടിസ്ഥാന വികസനം, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ തുറമുഖം, റെയിൽവേ, റോഡ്, അതുപോലെ തന്നെ വ്യോമഗതാഗതം, ഈ സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൻ്റെ അടിസ്ഥാന വികസനം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ ലോക ബാങ്കെന്നും IMF എന്നും അതുപോലുള്ള മറ്റ് പല സംവിധാനങ്ങളിൽ നിന്നും കടമെടുത്ത് പലിശ കൊടുത്തിട്ടാണ് ഈ വികസനം ഉണ്ടാക്കുന്നത്. ഈ വികസനം 95% ഉപയോഗിക്കുന്ന ആരാ? കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സുഗമമായി കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും, ഇവിടെയുള്ള ഭരണകൂടങ്ങളും, ഇവിടുത്തെ വ്യവസ്ഥിതിയും എല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ
കോർപ്പറേറ്റുകളാണ് ഭരിക്കുന്നത്. അത് ഇന്ത്യ മഹാരാജ്യമാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ആരൊക്കെ ഭരിക്കണമെന്ന് തന്നെ തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ആരാണോ നിലപാടെടുക്കുന്നത്, അവർക്ക് വേണ്ടി ആരാണോ പ്രവർത്തിക്കുന്നത്, അവരേ അധികാരത്തിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അധികാരത്തിലിരിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ വിഷയം. അദ്ദേഹം ഈ പ്ലാച്ചിമട പ്രദേശത്ത് ഈ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് കേട്ടിട്ട് അദ്ദേഹം അവിടെ വന്നൊരു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പഠനമൊക്കെ നടത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഈ കൊക്കക്കോള കമ്പനി വന്നതുകൊണ്ട് അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ട്, അതുപോലെ തന്നെ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൊക്കക്കോള കമ്പനിക്കെതിരായിട്ട് നിരവധി പരാതികൾ സർക്കാരിലേക്ക് പോവുകയും പ്ലാച്ചിമടയിൽ വളരെ ശക്തമായിട്ട് സമരപരിപാടികൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ഒരു തെളിവെടുപ്പ് വെച്ചു. ആ തെളിവെടുപ്പ് വെക്കേണ്ടത് പ്ലാച്ചിമടയിലായിരുന്നു. പ്ലാച്ചിമടയിലെ ജനങ്ങൾക്കാണല്ലോ പ്രശ്നം. ആ പ്രശ്നങ്ങളും പരാതികളും പറയുന്നത് പ്ലാച്ചിമട ജനതയാണല്ലോ പറയേണ്ടത്. ആ തെളിവെടുപ്പ് വെച്ചത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കക്കോള കമ്പനി ഇവിടുന്ന് ഒരു 60ഓളം ബസ്സുകളിൽ നിന്നായിട്ട് പല ആളുകളെയും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കമ്പനിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് സമരസമിതി തിരിച്ചറിയുകയും ഈ വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ഇതിനെതിരെ പ്രതിഷേധ പരിപാടികൾ നമ്മൾ പലതും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊക്കക്കോള വിരുദ്ധ സമരസമിതിക്ക് എല്ലാ ജില്ലകളിലും ഐക്യദാർഢ്യ സമിതികളുണ്ട്. ഇപ്പോൾ എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട പല ജില്ലകളിലെ ഐക്യദാർഢ്യ സമിതികളും, തിരുവനന്തപുരം ഐക്യദാർഢ്യ സമിതിയൊക്കെ ഈ പോകുന്ന വാഹനമുണ്ടല്ലോ, കൊക്കക്കോളയുടെ വാഹനമുണ്ടല്ലോ, അത് പാതിരാത്രി പല സ്ഥലത്തും തടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ കൊക്കക്കോള 3 പരിപാടികളാണ് ചെയ്തത്. ഒന്ന് ഈ 3 പരിപാടികൾ ചെയ്തു പറഞ്ഞാൽ 3 പദ്ധതിയായിരുന്നു അവർ ചെയ്തത്. ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി അവർ 3 പരിപാടികളാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ചിറ്റൂർ താലൂക്കിലെ കുളങ്ങളും കിണറുകളും ആഴം കൂട്ടുക. അതാണ് ഒന്ന്. രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഇളനീർ, കർഷകരിൽ നിന്നും ഇളനീർ കളക്ട് ചെയ്യുക, അത് സംസ്കരിക്കുക. അതാണ് രണ്ടാമത്തെ പദ്ധതി. മൂന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളെ നിയമസഭാ പരിസ്ഥിതി സമിതി കമ്മിറ്റിക്ക് മുമ്പാകെ കൊണ്ടുപോയി അനുകൂലമായി തെളിവ് കൊടുപ്പിക്കുക. ഈ 3 പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് 3 കോടി രൂപയാണ് അവർ ചിലവാക്കിയത്. 3 കോടി രൂപ. ഈ 3 കോടി രൂപ കർഷക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. അതിൽ രവികുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരാണ് അതിൻ്റെ ചെയർമാൻ. കർഷക സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് രവികുമാർ. രവികുമാർ ഈ 3 കോടി രൂപ വാങ്ങിയിട്ടാണ് ഈ 3 പരിപാടികളും ചെയ്തത്. അതിലൊരു പരിപാടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഞങ്ങളിതിനെതിരായിട്ട് വാഹന പ്രചരണ ജാഥ ക്യാമ്പയിനൊക്കെ നടത്തി. കൊക്കക്കോള ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുളങ്ങളും കിണറുകളും ആഴം കൂട്ടണം എന്ന് പറയുന്ന പദ്ധതി ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കണം എന്നുള്ള നിലയ്ക്കൊരു ക്യാമ്പയിൻ നടത്തുകയും ഇവർ ഈ പരിപാടിയൊന്നും ആരും ചെയ്യാൻ തയ്യാറായില്ല. നാളികേര സർവേ എടുക്കാൻ പോയപ്പോഴൊക്കെ ഇവരെ വിരട്ടി ഓടിക്കുകയാണ് ചെയ്ത ആളുകൾ സർവേ എടുക്കാൻ പോയപ്പോൾ. ഞങ്ങൾ ജലസംരക്ഷണത്തിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനും ഈ പറയുന്ന പോലെ ഞങ്ങൾ ജലചൂഷണം മാത്രമല്ല നടത്തുന്നത്, ഇതുപോലെ കുളങ്ങളും കിണറുകളും ഉണ്ടാക്കി ജലം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പോളിസിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം അവർ ചെയ്തതാണ്, നാളികേര കർഷകരിൽ നിന്നും നാളികേരം എടുക്കുക. കമ്പനി എടുക്കും. അത് എടുത്തിട്ട് അവർക്ക് ആവശ്യത്തിന് വില കൊടുക്കും. വില കൊടുത്തത് സംഭരിക്കും. അത് സംസ്കരിച്ച് അവർ വിൽക്കും. അപ്പോൾ അങ്ങനെ നാളികേര കർഷകരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഒരു പദ്ധതി അവർ ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഈ സമരത്തെ തളർത്താനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. വേറൊന്ന്, നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിക്ക് മുമ്പാകെ ഇവിടെ 60ഓളം ബസ്സുകളിൽ ആളുകളെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ടൂർ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. കേസ് കണക്കിന് കൊക്കക്കോളയും
കേസ് കണക്കിന് കിൻലെ ബോട്ടിലുകളും ഒക്കെ ചിക്കൻ ബിരിയാണി ഈ സംവിധാനങ്ങളൊക്കെ ടൂർ പോകണമെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് കൊണ്ടുപോയത്. ഇതാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ അവർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ അവർ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പത്രക്കാരനെ അവർ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം. സ്ഥിരമായിട്ട് ഒരാളുണ്ട്. ദിവസം കൊക്കക്കോളയ്ക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി. പത്രക്കാരെന്ന് പറയുമ്പോൾ ഏതോ ഒരു പത്രം എന്നാൽ പ്രസ് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഉണ്ട്, ഒരു പേരിന് ഒരു പത്രം ഉള്ള ആളാണ്. ഇപ്പോൾ ഈ കൊക്കക്കോളയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങോ പരിപാടികളോ എന്തുണ്ടാകുമ്പോഴും അയാൾ വരും, കൊക്കക്കോളയ്ക്ക് ഡെയിലി റിപ്പോർട്ട് കൊടുക്കും. അതിന് അലവൻസ് ഉണ്ടാകുമായിരിക്കും. അത് എല്ലാവർക്കും അറിയുന്ന പത്രക്കാർക്കും അറിയാം, ആരോട് ചോദിച്ചാലും അറിയാം. ചിലപ്പോൾ പല ആളുകളും പേരും പറയും, അല്ല പേര് പറയും പേടിയുള്ളത് കൊണ്ടൊന്നുമല്ല. അപ്പോൾ അത് അങ്ങനെ അവർ ചെയ്തിരുന്നു. പിന്നെ ഈ ഉള്ള അവർ ചെയ്ത പരിപാടികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് അവർ പത്രവാർത്ത കൊടുക്കൽ, അങ്ങനെ പത്രസമ്മേളനമൊന്നും അവർ നടത്തിയിട്ടില്ല. പത്രവാർത്ത കൊടുക്കും. അതായത് മലിനീകരണം ഉണ്ട്, അതുപോലെ തന്നെ ജലചൂഷണമുണ്ട്, ജലശോഷണമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊന്നും ഇല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് അവർ പത്രക്കുറിപ്പുകളും വാർത്തകളൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഈ പറയുന്ന മാധ്യമം എന്ന് പറയുന്ന ഒരു ദിനപത്രം അല്ലാതെ ഒരു മാധ്യമവും ഇതിനെതിരെ വാർത്ത കൊടുത്തില്ല. കൊക്കക്കോള സമരത്തിന് അനുകൂലമായി കമ്പനിക്കെതിരായിട്ട് ഒരു വാർത്ത പോലും കൊടുക്കാൻ ഇലക്ട്രോണിക് മീഡിയയോ അതുപോലെ തന്നെ പ്രിൻ്റഡ് മീഡിയയോ ഒന്നും തയ്യാറായില്ല. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേരാണ് VM ഷൺമുഖദാസ്. മാധ്യമം ദിനപത്രത്തിൻ്റെ പ്രാദേശിക ലേഖനായിരുന്നു അദ്ദേഹമാണ് ഈ സമരത്തിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ വാർത്തയും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമരത്തിൻ്റെ ഏകദേശം ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞ ശേഷം 15 വർഷമൊക്കെ കഴിഞ്ഞ ശേഷവും ഈ സമരം മുന്നോട്ട് 15 വർഷം കഴിഞ്ഞിട്ടും ഈ സമരം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും 23 വർഷങ്ങൾക്ക് ശേഷം സമരം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഒരു 10-15 വർഷത്തിന് ശേഷം കമ്പനി ഈ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്തിരുന്നു. അതിലൊന്നാണ് കുറേ ആളുകൾക്ക് പലതരത്തിലുള്ള ഓഫറുകൾ കൊടുത്തത്. അതിൽ നമ്മുടെ മാരിയപ്പണ്ണിന് കൊടുത്ത ഒരു ഓഫറുണ്ട്. മാരിയപ്പണ്ണിൻ്റെ വീട്ടിൽ കൊക്കക്കോളയുടെ മാനേജരും ഈ പത്രപ്രവർത്തകനും അവിടെ പോയി മാരിയപ്പണ്ണോട് സംസാരിച്ചിരുന്നു. മാരിയപ്പണ്ണ, നിങ്ങൾ കാശൊന്നും വാങ്ങില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഞങ്ങൾ തരാം. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ നിങ്ങളുടെ സമുദായത്തിന്, അതായത് ആദിവാസി സമുദായത്തിന് കുടിവെള്ള പദ്ധതി വേണോ, ഞങ്ങൾ റെഡിയാക്കി തരാം. വീടില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കണോ, അത് ചെയ്തു തരാം. പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ സ്കൂൾ വേണം, അതൊക്കെ ഞങ്ങൾ സ്ഥാപിച്ചു തരാം. നിങ്ങൾ ചികിത്സാ സൗകര്യത്തിന് വേണ്ടി ആശുപത്രികൾ കെട്ടിത്തരണോ, ആശുപത്രികൾ കെട്ടിത്തരാം. എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ലിസ്റ്റ് മാത്രം തന്നാൽ മതി, ഞങ്ങളത് ചെയ്തു തരാം. പിന്നെ നിങ്ങൾ ഈ സമരം നിർത്തണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. നിങ്ങൾ കമ്പനിക്കെതിരെ സമരം നടത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ഞങ്ങൾക്കെതിരെ കല്ലെറിയുകയോ പ്രതിഷേധ പ്രകടനം നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തരണം, നിങ്ങൾ കോടതിയിൽ പോകാൻ പാടില്ല, പിന്നെ സർക്കാരിൽ എവിടെയെങ്കിലും പരാതി എഴുതി കൊടുക്കാൻ പാടില്ല. ഈ 2 കാര്യം മാത്രം ചെയ്താൽ മതി. എന്ന് മാത്രമല്ല, നിങ്ങൾക്കിനി സമരം ചെയ്യാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, അതും ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഏർപ്പാട് ചെയ്തു തരാം. പണം വേണമെങ്കിലും സമരം ചെയ്യാൻ തരാം. കൊക്കക്കോള ആവശ്യപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കോടതിയിൽ സമീപിക്കരുത് ഇവർ സമരസമിതി. രണ്ടാമത്, സർക്കാർ സംവിധാനങ്ങളിലൊന്നും രേഖാമൂലം പരാതി എഴുതി കൊടുക്കരുത്. ഇത് 2 ചെയ്താൽ മതി. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളും, ഞാൻ വേണ്ട എല്ലാ സഹായം ചെയ്തു തരാം. ഇതാണ് കമ്പനി മാരിയപ്പണ്ണ് കൊടുത്ത ഓഫർ. രണ്ടാമത്തെ എനിക്ക് തന്ന ഓഫർ, എനിക്ക് സമരത്തിൻ്റെ തുടക്കത്തിൽ 30 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. ഇന്നത്തെ ഇവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി, പ്രമുഖ
പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയും അന്ന് കൊക്കക്കോളയുടെ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിച്ച ആളാണ്. അദ്ദേഹം കൊക്കക്കോളയുടെ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. പാലക്കാട് ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയില്ലേ, ആ ആശുപത്രിയിൽ ചികിത്സാ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയതാണ്. അവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് 30 ലക്ഷം രൂപ എനിക്ക് വാഗ്ദാനം ചെയ്തതാണ്. സമരം തുടങ്ങിയ ആ സമയത്താണ് പറയുന്നത്, തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. എന്നിട്ട് അവർ ഒരു കാര്യം ചെയ്തു, ഇത് ഞാൻ വെളിപ്പെടുത്തി. നമ്മൾ എന്തെങ്കിലും ഓഫർ തന്നു കഴിഞ്ഞാൽ അടുത്ത പൊതുയോഗത്തിൽ അത് പൊട്ടിക്കും. നമ്മുടെ പരിപാടി ഇത് പൊളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെ വി ബിജു അദ്ദേഹം വന്നിട്ട് ഈ RSSൻ്റെ കീഴിലുള്ള ഒരു സംഘടനയുണ്ട്, സ്വദേശി ജാഗരൺ മഞ്ച്. അങ്ങനെ ഒരു സംഘടനയുടെ ഇവിടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിരുന്നു നേരത്തെ. പിന്നെ അദ്ദേഹം വന്നിട്ട് ഈ കൂടംകുളം ആണവ നിലയത്തിന് അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ള കാരണം കൊണ്ട് RSSൽ നിന്നും RSSൻ്റെ ഈ സ്വദേശി ജാഗരൺ മഞ്ചിൽ നിന്നും പുറത്തു വന്നു. അത് സ്വദേശി ആന്തോളൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കി ദേശീയ തലത്തിൽ. അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ ജനറൽ കൺവീനറോ എന്തോ ആണ്. അദ്ദേഹത്തെ സമരസമിതിയിലേക്ക് നമ്മളാണ് കൊണ്ടുവരുന്നത്. പ്ലാച്ചിമട സമരസമിതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വദേശി ജാഗരൺ മഞ്ച് കൊക്കക്കോള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പൊതുയോഗം പ്ലാച്ചിമടയിൽ നടത്തി. അന്ന് ഞാൻ ഐക്യദാർഢ്യ സമിതിയുടെ സംസ്ഥാന ജനറൽ കൺവീനറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമരസമിതിയിൽ വന്ന് പ്രവർത്തിക്കണം, കുറേ കാര്യങ്ങൾ സമരസമിതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ സമരസമിതിയിലേക്ക് എടുക്കുന്നത്, സമരസമിതിയുടെ കൺവീനർമാരിൽ ഒരാളായിട്ട് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു കോളികളൊക്കെ ഉണ്ടാക്കുന്ന ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് 4 ഓഫറാണ് കിട്ടിയത്. അദ്ദേഹം പക്ഷേ വെളിപ്പെടുത്തിയിട്ടില്ല ആ ഓഫറുകൾ, ഇന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ഓഫറുകൾ കിട്ടിയ ആൾ എന്ന് പറയുന്നത്, നമ്മളൊരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫർ കിട്ടിയാൽ നമ്മൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്, അല്ലേ? ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്നോട് പറഞ്ഞതാണ്, ഒന്ന് ഡൽഹിയിലൊരു വീട്, ഡൽഹിയിലൊരു ഓഫീസ്, അതുപോലെ തന്നെ യുവമോർച്ചൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റ്. 4ാമത്തെ ഓഫർ എന്ന് പറയുന്നത് എസ്കോട്ടർ, വിമൺ എസ്കോട്ടർ 3 വർഷത്തേക്ക് എന്നാണ് ഓഫർ. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സർക്കിളിൽ കുറേ ആൾക്കാരുണ്ട്, അതായത് വിജയരാഘവൻ ചേലിയ, സണ്ണി പൈകട, അങ്ങനെ കുറച്ച് NP ജോൺസൺ, ഇങ്ങനെയുള്ള കുറേ ആളുകളോടൊക്കെ ഈ ഓഫർ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർക്കുണ്ട്, നിറയെ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ഈ ഓഫർ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല, എന്താണെന്ന് നമുക്കറിയില്ല. വേറെ ഒരു സംഗതിയുള്ള എന്താണെന്ന് വെച്ചാൽ, കൊക്കക്കോള സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിക്കാറുണ്ട്. കോള എന്ന് പറയുമ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും, വിളിക്കാറുണ്ട്. അത് വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളോടൊക്കെ ഞങ്ങൾ ഒരു ഇന്നർ സർക്കിളിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരസമിതിയുടെയും ഐക്യദാർഢ്യ സമിതിയുടെയും പ്രവർത്തകർ അവരാരൊക്കെയാണെന്നും അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണെന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും ഓരോ ദിവസവും അവരെവിടെയൊക്കെ പോകുന്നുവെന്നും അവരെന്തൊക്കെ ചെയ്യുന്നുവെന്നും ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുവെന്നും ആരുമായിട്ട് എന്തൊക്കെ ഡീലിംഗ് ചെയ്യുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് കൊക്കക്കോളയ്ക്ക് അറിയാമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. കാരണം അദ്ദേഹത്തിനോട് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ സംസാരിച്ചിട്ടുണ്ട്, ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അതായത് അവർ ബ്ലാക്ക് മെയിലിംഗാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളെവിടെ പോയാലും എങ്ങനെ പോയാലും എന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിയും, ഞങ്ങൾക്ക് വേണമെങ്കിൽ തടയാൻ കഴിയും,
നിങ്ങളെ അപായപ്പെടുത്താൻ കഴിയും. ഇതൊക്കെയാണ് അവർ പറഞ്ഞു വരുന്നത്. ഇതാണ് അവർ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിജുവിനോട് സംസാരിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഇത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. അതവർ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിന് ശേഷം അവർ വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് ഒരു സംഗതി. ഇതിൽ പല ആളുകളെയും ഈ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പല വഴിക്കും കാണുകയും സംസാരിക്കുകയും ഓഫറുകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് ആളുകൾ വെളിപ്പെടുത്തിയിട്ടില്ല, ആരൊക്കെ ഓഫറുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് ഈ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.